ഇന്ന് നമ്മോടുകൂടെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കൊച്ചി രൂപതാ മെത്രാൻ ബഹുമാനപ്പെട്ട അഭിവന്യ കാട്ടിപ്പറമ്പിൽ ആൻ്റണി കാട്ടിപ്പറമ്പിൽ പിതാവാണ്. ഇദ്ദേഹം മെത്രാനായതിന് ശേഷം ഈ അൾത്താരയിൽ ആദ്യമായിട്ടാണ് ബലിയർപ്പിക്കുക. കഴിഞ്ഞ കൊല്ലം ജൂലൈ മാസത്തിൽ പിതാവ് ഇവിടെ വന്നിരുന്നു. അന്ന് പിതാവിന് അറിയില്ലായിരുന്നു പിതാവ് മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുമെന്ന്. അഭിമാനമാണ്. വളരെ ചെറുപ്പക്കാരനായ പിതാവാണ്. നമുക്ക് ആൻ്റണി പിതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ആൻ്റണി പിതാവിൻ്റെ കാർമ്മികത്വത്തിലുള്ള ഈ പരിശുദ്ധ ബലിയർപ്പണം വഴി, പ്രത്യേകിച്ച് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അഭിഷേകവും കൂടി ചേരുമ്പോൾ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അനുഭവവേദ്യമാകാൻ ദൈവം ഇടവരുത്തട്ടെ. നമുക്ക് അഭിവന്യ പിതാവിനെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കരമടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങോടെ. ക്രിസ്തുവിൽ എത്ര സ്നേഹബഹുമാനമുള്ള ഫ്രാൻസിസ് ഇവറച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കാരണന്മാർ പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്: അർഹതപ്പെടാത്തത് ആഗ്രഹിക്കരുത്. നമുക്ക് അവകാശമില്ലാത്തത് കൈവശപ്പെടുത്താൻ ശ്രമിക്കരുത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന കർത്താവ് പറയുന്ന ഒരു ഉപമ അതങ്ങനെയുള്ളതാണ്. ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ മുന്തിരിത്തോട്ടം അതിന് നന്നായിട്ട് വേലിയൊക്കെ കെട്ടി അതിന് സുരക്ഷിതത്വം വരുത്തി അത് കുറച്ച് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് കടന്നു പോകുന്നു. ആ മുന്തിരിത്തോട്ടത്തിലെ ഫലം യഥാകാലം ശേഖരിക്കുവാനായിട്ട് തൻ്റെ ഭൃത്യന്മാരെ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുന്നു. എന്നാൽ അന്ന് വരെ കൈവശപ്പെടുത്തിയിരുന്ന, അല്ലെങ്കിൽ യജമാനൻ പറഞ്ഞിട്ട് അവിടെ ജോലി ചെയ്തിരുന്ന കൃഷിക്കാർ അതിൻ്റെ ഫലം കൊടുത്തില്ല എന്ന് മാത്രമല്ല, യജമാനൻ്റെ ഭൃത്യന്മാരെ പ്രഹരിക്കുകയും ചിലരെ വധിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ യജമാനന് സങ്കടം വന്നു. അദ്ദേഹം വേറെയും തൻ്റെ ഭൃത്യരെ പറഞ്ഞയച്ചു മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഫലം ശേഖരിക്കുവാൻ. എന്നാൽ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ അവരെയും ചിലരെ വധിക്കുകയും ചിലരെല്ലാം മർദ്ദിക്കുകയും ചെയ്തു. മൂന്നാമത്തെ തവണ ഈ യജമാൻ വിചാരിച്ചു തൻ്റെ മകനെ തന്നെ അയക്കാം, അവനെ അവർ ബഹുമാനിക്കും, അവന് മുന്തിരിത്തോട്ടത്തിലെ ആ ഫലം നൽകും എന്ന് കരുതി. എന്നാൽ ഈ കൃഷിക്കാർ ചിന്തിച്ചത് മറ്റു തരത്തിലാണ്. ഇവനാണ് അവകാശി, ഇവനെ വധിച്ചാൽ തങ്ങൾക്ക് ആ മുന്തിരിത്തോട്ടം കൈവശമാക്കാം. അങ്ങനെ മകൻ ചെന്നപ്പോൾ അവർ ആ മകനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്തു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? ഉപമ കേട്ട് നിന്നവർ പറഞ്ഞത്, ആ കൃഷിക്കാരെ എല്ലാവരും പുറത്താക്കി യഥാകാലം മുന്തിരിത്തോട്ടത്തിലെ ഫലം നൽകുന്ന നല്ല ഭൃത്യന്മാരെ അത് ഏൽപ്പിക്കും. കർത്താവ് അതിന് മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചിന്തിക്കുകയും ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് അത് കൊടുക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തെറ്റ് തിരിച്ചറിയുക, മാനസാന്തരപ്പെടുക. നമ്മളെല്ലാവരും ദൈവരാജ്യം കൈവശമാക്കുക, കയ്യിലുള്ള അത് അനുഭവിക്കുന്ന വ്യക്തികളാണ്. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി മാറിയവരാണ് നമ്മൾ. നമ്മുടെ ജീവിതമാണ് എത്രത്തോളം ദൈവത്തിന് പ്രീതികരമായിട്ടും ആ സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് അനുരൂപമായിട്ടും ജീവിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. നമ്മളുടെ കടമയിൽ നമ്മൾ ചെയ്യേണ്ടത് മുന്തിരിത്തോട്ടത്തിലെ ആ ഫലം യജമാനന് നൽകുന്ന വിശ്വസ്തരായിട്ടുള്ള ക്രിസ്ത്യാനികളായി ജീവിക്കുക എന്നുള്ളതാണ്. ഈ നോൻപുകാലമെല്ലാം അങ്ങനെ ജീവിക്കുവാനുള്ള കാലഘട്ടമാണ്.
നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തെറ്റിലും പാപത്തിലുമൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഒരു രീതിയിലും യജമാനൻ ആഗ്രഹിക്കുന്ന ഫലം നൽകാത്ത വ്യക്തികളായിട്ടാണ് നമ്മൾ മാറുക. കർത്താവ് നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോയാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ആ ജീവിതം കൊണ്ട് യജമാനനായ പിതാവായ ദൈവത്തിന് ഒരു ഉപകാരവുമില്ല, ഒരു ഗുണവുമില്ല. അതുകൊണ്ട് നമ്മളിൽ നിന്നും ദൈവരാജ്യം എടുത്ത് നമ്മളെക്കാൾ അർഹതയുള്ളവരുടെ കയ്യിലേക്ക് ദൈവം കൊടുക്കാനായിട്ടുള്ള ഇടവരാത്ത രീതിയിൽ മാനസാന്തരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും കുമ്പസാരത്തിൻ്റെയും വഴികളിലേക്ക് നമുക്ക് നടക്കാം. തെറ്റുകളെ തിരിച്ചറിഞ്ഞ് തിരുത്തി ഈ നോൻപ് കാലം നല്ല ഒരു കാലഘട്ടമായി നമ്മളുടെ തന്നെ ഒരു തിരിച്ചുവരവിൻ്റെ സമയമായിട്ട് നമുക്ക് കൊണ്ടാടാം. അറിഞ്ഞും അറിയാതെയും നാം ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ അമോർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹൃദയത്തോടെ ഈ ബലി നമ്മൾക്ക് അർപ്പിക്കുകയും ചെയ്യാം. സഹോദരരെ, ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പ്രായശ്ചിത്തത്തിൻ്റെ ശുദ്ധീകരിക്കുന്നതും പരിശുദ്ധവുമായ അനുശീലനം വഴി ആത്മാർത്ഥമായ മനസ്സോടെ വരുവാനിരിക്കുന്ന വിശുദ്ധമായവയിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളേക്കാൾ അധികം സ്നേഹിച്ചിരുന്നു. കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. കൈ നീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിനു വേണ്ടി ഉണ്ടാക്കി. പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ സഹോദരന്മാർ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുവാൻ ഷെക്കേമിലേക്ക് പോയി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ഷെക്കേമിൽ ആടുമേയ്ക്കുകയല്ലേ, ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ്. സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി. ദോത്താനിൽ വെച്ച് അവനെ അവർ കണ്ടുമുട്ടി. ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു. അവൻ അടുത്തെത്തും മുൻപേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നുണ്ട്, വരുവിൻ
നമുക്കവനെ കൊന്ന് കുഴിയിലെറിയാം. ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നെന്ന് പറയുകയും ചെയ്യാം. അവൻ്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ. റൂബൻ ഇത് കേട്ടു. അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അവൻ പറഞ്ഞു, നമുക്കവനെ കൊല്ലേണ്ട, രക്തം ചിന്തരുത്. അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക, പക്ഷേ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിന് തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത്. അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറം കുപ്പായം ഊരിയെടുത്തു. അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു. അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗിലയാദിൽ നിന്ന് വരുന്ന ഇസ്മായേല്യരുടെ ഒരു യാത്രാ സംഘത്തെ കണ്ടു. അവർ സുഗന്ധപ്പശയും പരിമളദ്രവ്യങ്ങളും കുന്തിരിക്കവും ഒട്ടകപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ യൂദ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചു വച്ചതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനമാണുണ്ടാവുക? വരുവിൻ, നമുക്കവനെ ഇസ്മായേല്യർക്ക് വിൽക്കാം. അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട. അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. അപ്പോൾ കുറെ മിദിയാൻ കച്ചവടക്കാർ ആ വഴി കടന്നുപോയി. ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായേല്യർക്ക് വിറ്റു. അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവർത്തികളെ ഓർക്കുവിൻ. കർത്താവ് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവർത്തികളെ ഓർക്കുവിൻ. അവിടുന്ന് നാട്ടിൽ ക്ഷാമം വരുത്തുകയും അപ്പമാകുന്ന താങ്ങ് തകർത്ത് കളയുകയും ചെയ്തു. അപ്പോൾ അവർക്ക് മുൻപായി അവിടുന്ന് ഒരുവനെ അയച്ചു, അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ. കർത്താവ് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവർത്തികളെ ഓർക്കുവിൻ. അവന്റെ കാലുകൾ വിലങ്ങുകൊണ്ട് മുറിഞ്ഞു, അവന്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി. അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിന്റെ വചനം അവരെ പരീക്ഷിച്ചു. കർത്താവ് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവർത്തികളെ ഓർക്കുവിൻ. രാജാവ് അവനെ ആളയച്ച് വിടുവിച്ചു. ജനതകളുടെ അധിപൻ അവനെ സ്വതന്ത്രനാക്കി. തൻ്റെ ഭവനത്തിൻ്റെ നാഥനും തൻ്റെ സമ്പത്തിൻ്റെ ഭരണാധിപനുമായി അവനെ നിയമിച്ചു. കർത്താവ് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവർത്തികളെ ഓർക്കുവിൻ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു പ്രധാനാചാര്യന്മാരോടും ജനപ്രമാണികളോടും അരുൾ ചെയ്തു, മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി അതിലൊരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും
വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ, എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുത്തേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി. വരുവിൻ, നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റ് കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. പ്രധാന പുരോഹിതന്മാരും ഫരീസയരും അവൻ്റെ ഉപമകൾ കേട്ടപ്പോൾ അവർ തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു. കാരണം ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, അഭിമന്യ പിതാവെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, നമുക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഇന്നത്തെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ രക്ഷാകര ചരിത്രം ഒന്ന് സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. പിതാക്കന്മാരെ, പ്രവാചകന്മാരെ ഒക്കെ നമുക്ക് വേണ്ടി ദൈവം അയച്ചു തന്നിട്ടുണ്ട്. അവസാന നാളുകളിൽ ഈശോയെ നമുക്ക് വേണ്ടി തന്നത് അതൊന്ന് കാച്ചിക്കുറുക്കി പറഞ്ഞു വച്ചിരിക്കുക. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. കണ്ടോ, എത്ര സുന്ദരമായിട്ടാണ് അത് പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പം ഈ രക്ഷാകര ചരിത്രം, അതാണ് ഇന്നത്തെ സുവിശേഷം. ഈ തപസ് കാലത്ത് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം എന്തിനാണ് നമ്മളോട് ഇത്ര കരുണ കാണിച്ചതെന്ന്. നമുക്ക് ഇന്നത്തെ 1-ാം വായനയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പഴയ നിയമത്തിലുടനീളം ഈശോയുടെ നിഴലുള്ള കുറേ മനുഷ്യരുണ്ട്. ഈശോയുടെ നിഴൽ. ഇന്ന് ഈ ജോസഫിൻ്റെ കഥ നമ്മൾ വായിക്കുമ്പോൾ ഈശോയുടെ ജീവിതത്തിൽ സംഭവിക്കാനിരുന്ന പലതും ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, മോശയിൽ ഈശോയുടെ നിഴലുണ്ട്. അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച മോശ. അപ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈശോ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നത്. അതുപോലെ അബ്രഹാം തൻ്റെ ഏകപുത്രനെ ദൈവം പറഞ്ഞിട്ട് ബലിയർപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തതുപോലെ പിതാവായ ദൈവം ഈശോയെ വിട്ടുതന്നത്. പിത്തള സർപ്പം ഉയർത്തിയത് നമുക്കറിയാമല്ലോ, മരുഭൂമിയിൽ. അതുപോലെ കുരിശിൽ ഉയർത്തപ്പെടും എന്ന് യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി 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 നിഴലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രകടമാണ് ജോസഫ്. എത്ര സുന്ദരമായിട്ടാണ് നമുക്ക് കത്തോലിക്ക സഭ തപസ് കാലത്തെ ഈ ദിവസം നമുക്കിങ്ങനെ ഈ വായനകൾ അത് കണക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. വചനം പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഈ വായനകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് കൃത്യമായിട്ട് വചനം പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പം ജോസഫിനെ അത് 37-ാം അധ്യായം, ഉൽപ്പത്തി 37-ാം അധ്യായം അത് തന്നെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര രസകരമായിട്ടാണ് കണക്ഷൻ വരുന്നത്. 37-3 വാക്യം, ഇസ്രായേൽ തൻ്റെ മകന് വാർദ്ധക്യത്തിലുണ്ടായ മകനാണ്. 12 മക്കളും അതിൽ 11-മനാണ്.
അപ്പം ഇദ്ദേഹത്തിന് നീണ്ട കുപ്പായം ഇട്ട് ധരിപ്പിച്ചു കൊടുത്തു. നീണ്ട കുപ്പായം, അതൊരു പുരോഹിതനെ ധരിപ്പിക്കുന്ന പോലെയാണ്. ജോസഫിനെ ഇങ്ങനെ വലിയ ക്രൂരതയിലേക്ക് വിട്ടുകൊടുക്കുന്നത് പോലെ, സഹോദരന്മാരുടെ ക്രൂരതയ്ക്ക് ഇരയാകുന്നത് പോലെ, അത് പുരോഹിതൻ്റെ നീണ്ട മേലങ്കി പോലെ ഇല്ല, ഈശോയുടെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ചുമന്ന മേലങ്കി ധരിപ്പിച്ചതുപോലെ. ഇനി ഉൽപ്പത്തി 37:13 ഈ ജോസഫിനെ ആട് മേയ്ക്കാനായിട്ട് സഹോദരന്മാരുടെ പുറകെ വിടുന്നുണ്ട്. അത് 13-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ പോകാം എന്ന് പറഞ്ഞു. നിന്റെ സഹോദരന്മാർ ഷെക്കെമിൽ ആട് മേയ്ക്കുകയല്ലേ, ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ്, ഞാൻ പോകാം. ആ മറുപടി പറഞ്ഞു, ഞാൻ പോകാം. ഇല്ല, ദൈവപിതാവ് നമുക്ക് വേണ്ടി ഈശോയെ വിട്ടു തന്നു. ഞാൻ പോകാം, മനുഷ്യരുടെ പാപത്തിന് വേണ്ടി ഞാൻ പോകാം. എന്താണ് വരുന്നതെന്നറിയാതെ ഇല്ല, സഹോദരങ്ങൾ ഇത്ര ദ്രോഹിക്കുമെന്നൊന്നും ജോസഫിന് അറിയില്ലല്ലോ. ഞാൻ പോകാം അപ്പാ, ഞാൻ പോകാം. യോഹന്നാന്റെ സുവിശേഷം 3:16 ഇല്ല, നമുക്ക് വേണ്ടി ഏകജാതനെ വിട്ടു തന്നത്. അപ്പം ഏകജാതൻ്റെ അനുസരണം ഞാൻ പോകാമെന്ന് പറഞ്ഞത്. ഇനിയും ഉൽപ്പത്തി 37:18 അവർ ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു. അവൻ അടുത്തെത്തും മുമ്പ് അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. ഗൂഢാലോചന ഇല്ല, ഫരിസേയരും നിയമജ്ഞരൊക്കെ ഈശോയെ വധിക്കാൻ എത്ര ഗൂഢാലോചനകൾ നടത്തി. ഇനി ഉൽപ്പത്തി 37:20 അവനെ കുഴിയിലെറിയാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട്. കുഴിയിലെറിയാം. ഈശോയെ തള്ളിയിടാൻ നോക്കിയിട്ടില്ലേ? മലയുടെ മുകളിൽ നിന്നൊക്കെ തള്ളിയിടാൻ നോക്കിയിട്ടുണ്ട്. ഇനി ഉൽപ്പത്തി 37:21 അവിടെ റൂബനും യൂദായും, ഈ രണ്ട് മക്കളാണ് കുറച്ച് ഭേദമുള്ളത്. ഒരു കരുണയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇവരാണ്. റൂബനാണ് പറയുന്നത്, റൂബൻ രക്ഷിക്കാൻ നോക്കി, നമുക്കവനെ കൊല്ലണ്ട. റൂബൻ ഇത് കേട്ടു, അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അവൻ പറഞ്ഞു, നമുക്കവനെ കൊല്ലണ്ട, രക്തം ചിന്തരുത്. ഈ വർത്തമാനം പറയുന്നത് അത് പീലാത്തോസിൻ്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ 3 തവണയാണ് പീലാത്തോസ് 3-ാം പ്രാവശ്യം ഇവനും ഞാനൊരു കുറ്റവും കാണുന്നില്ല, വധശിക്ഷയ്ക്കുള്ള ഒരു കുറ്റം ഇവനിൽ കാണുന്നില്ല. പീലാത്തോസിൽ കുറച്ച് നന്മയുണ്ട്, പീലാത്തോസ് കൈ കഴുകിയതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുപോലെ റൂബൻ ഒരു പ്രതീകമാണ്. ഇനിയും ഉൽപ്പത്തി 37:23 അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറംകുപ്പായം ഊരിയെടുത്തു. ഈശോയുടെ കുപ്പായം ഊരിയെടുത്തില്ല. ഇനി ഉൽപ്പത്തി 37:28 അപ്പോൾ കുറെ മിദിയാൻ കച്ചവടക്കാർ ആ വഴി കടന്നുപോയി. ജോസഫിന്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായിൽ ഇറക്കി വിറ്റു. ഈശോയെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. ഇനിയും 31-ാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി 37:31 അവരൊരു വ്യാജ പ്രസ്താവന ഉണ്ടാക്കുന്നുണ്ട്. അവർ ഒരാടിനെ കൊന്ന ജോസഫിൻ്റെ കുപ്പായമെടുത്ത് അതിൻ്റെ രക്തത്തിൽ മുക്കി കൈനീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് അവർ പറഞ്ഞു, ഈ കുപ്പായം ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് അങ്ങയുടെ മകൻ്റേത് ആണോ അല്ലയോ എന്ന് നോക്കുക. അങ്ങനെ ഒരു കള്ളത്തരം അവർ ചെയ്യുന്നുണ്ട്. ഈശോയുടെ ഉത്ഥാന സമയത്ത് ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോഴും അത് വ്യാജ പ്രസ്താവന ഉണ്ടാക്കി, അത് എടുത്തോണ്ട് പോയതാണ് എന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രസ്താവന ഉണ്ടാക്കി. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഷെയ്ഡ് എപ്പോഴും കാണുന്നുണ്ട്. ഇനി 45-ാമത്തെ അധ്യായത്തിൽ ഈ സഹോദരന്മാർ ഈജിപ്തിലെ ക്ഷാമം, അവരുടെ നാട്ടിൽ ക്ഷാമം വരുമ്പോൾ ഈജിപ്തിൽ ചെല്ലുമ്പോൾ ജോസഫ്, നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ, മക്കളെ, സഹോദരങ്ങളെ, ചേട്ടന്മാരെ, ഞാൻ നിങ്ങളുടെ ഇങ്ങനെ അവരുടെ മുമ്പിൽ നിന്ന് പറയാൻ ഈശോ അങ്ങനെ പ്രാർത്ഥിച്ചല്ലോ. ലൂക്ക 23:34 ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. അത്രയും ക്ഷമ. അത് ജോസഫ് ഒരു നിഴലാണ്. ജോസഫ് ഈശോയുടെ ഒരു നിഴലാണ്. നമ്മൾ ഈ വർഷം കത്തോലിക്ക സഭ ഫ്രാൻസിസ് അസീസിയുടെ വർഷമായിട്ട് കൊണ്ടാടുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പറയുന്നത് 2-ാം ക്രിസ്തു എന്ന. എല്ലാ വിശുദ്ധരും നമുക്കറിയാവുന്ന വിശുദ്ധർ, സെന്റ് സെബാസ്റ്റ്യൻ, അതുപോലെ ദേവസഹായം, എല്ലാ രക്തസാക്ഷികളും വിശുദ്ധന്മാർക്കും എല്ലാം ഈശോയുടെ ഒരു നിഴലുണ്ട്.
ഈശോയുടെ നിഴല് എല്ലാ വിശുദ്ധരിലും ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ മുന്തിരിത്തോട്ടത്തിലെ കഥയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഈശോയുടെ നിഴലാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈശോയുടെ നിഴൽ, ഈശോയ്ക്ക് പകരക്കാരായി ഈശോയുടെ ക്വാളിറ്റികൾ കാണിക്കാൻ ഈശോയ്ക്ക് സംഭവിച്ചതുപോലെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ഈശോയുടെ നിഴൽ പോലെ, ഈശോയുടെ ക്വാളിറ്റിയുള്ള മനുഷ്യരെ പോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. യഥാർത്ഥത്തിൽ ഈ തപസ്സുകാലം നമ്മൾ പരിശീലിക്കേണ്ടതും അതുതന്നെയാണ്. എന്തുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചരമ വാർഷികം 800-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു വർഷം പരിശുദ്ധ പിതാവ് ലിയോ പാപ്പ പ്രഖ്യാപിച്ചതിന്? അത് ഫ്രാൻസിസ് അസീസിയിലുണ്ടായിരുന്ന ഈശോയുടെ നിഴലിന് നമ്മളൊന്ന് അനുകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോയുടെ നിഴലാകുക. ഇന്ന് ഈ മുന്തിരിത്തോട്ടത്തിലെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ നമ്മുടെ കൂദാശകളുമായിട്ടൊന്നും നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കും. മുന്തിരിത്തോട്ടം അത് യഥാർത്ഥത്തിൽ ജ്ഞാനസ്നാനം. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, ജ്ഞാനസ്നാനം നൽകി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. ഇനിയും മുന്തിരിത്തോട്ടത്തിന് ചുറ്റും വേലിക്കെട്ടുകൾ ഉണ്ടാക്കി തിന്മയിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ കുംഭസാരമെന്ന കൂദാശ. ഇപ്പൊ രോഗാവസ്ഥയിലുള്ളവരെ തുറന്ന് കുംഭസാരിക്കാൻ പറ്റാത്തവർക്കും അവർക്ക് പാപങ്ങൾ മോചനം കൊടുക്കുന്ന അന്ത്യകൂദാശ എന്ന് പറയുന്ന രോഗീലേപനം, അതും അതിൻ്റെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ്. അപ്പം നമ്മളെ സംരക്ഷിക്കുകയാണ്, പിശാചിന്ന് തിന്മയിൽ നിന്ന് വേലികെട്ടി സംരക്ഷിക്കുന്നത് പോലെയാണ് കുംഭസാരം എന്ന കൂദാശ. ഈശോയുടെ നിഴലാകാൻ നമ്മൾ ഈ കൗദാശിക ജീവിതം നയിക്കണം. ഇനി മുന്തിരിച്ചക്ക് സ്ഥാപിച്ച്, അത് പരിശുദ്ധ കുർബാനയാ, വിശുദ്ധ കുർബാന മുന്തിരിച്ചക്ക്. ഇനി ഗോപുരം പണിതു. അതൊരു സംരക്ഷണം പോലെ, നമുക്കൊരു ജാഗരൂകരായിരിക്കാനായിട്ടുള്ള ഒരു താക്കീത് പോലെ, ഒരു ഗോപുരം, വിശ്വാസ ഗോപുരം പോലെ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വിളക്ക് ഗോപുരം പോലെ, അത് സ്ഥൈര്യലേപനത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇനി കൃഷിക്കാരെ ഏൽപ്പിക്കുന്നത്, ഭൃത്യന്മാരെ ആണല്ലോ അവർ കൊന്നുകളഞ്ഞത്, അവസാനം പുത്രനെ അയക്കുമ്പോൾ. അപ്പം കൃഷിക്കാരെ ഏൽപ്പിക്കുന്നത് പോലെയാണ് കൂട്ടായ്മയിൽ ശുശ്രൂഷ ചെയ്യാനുള്ള 2 കൂദാശകളാണ് വിശുദ്ധ വിവാഹവും തിരുപ്പട്ടവും. നമ്മൾ ഏൽപ്പിച്ചിരിക്കുക ഈശോയുടെ നിഴലാകാൻ വേണ്ടി. ആത്മീയതയിൽ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിലെ പക്വത പ്രാപിച്ചവർക്ക് കൊടുക്കുന്ന 2 കൂദാശകളാണ് വിശുദ്ധ വിവാഹവും തിരുപ്പട്ടവും. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കാം, എത്ര സുന്ദരമായിട്ടാണ് സഭയിലൂടെ നമ്മൾ നയിക്കപ്പെടുന്നത് ഈശോയുടെ നിഴലാകാൻ. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് അങ്ങനൊരു വിളിയുണ്ട്, ഈശോയുടെ നിഴല് പോലെ വർത്തിക്കാനായിട്ടുള്ള വിളിയുണ്ട്. ഈശോയുടെ നിഴല് പോലെ വർത്തിക്കേണ്ടവർ ഇപ്പോൾ പള്ളിയിലൊന്നും പോകുന്നില്ലെങ്കിലോ, ഞായറാഴ്ച ആചരണമില്ല, കൽപ്പനകൾ പാലിക്കുന്നില്ല, കുടുംബ പ്രാർത്ഥനയില്ല, കൗദാശ ജീവിതമില്ല, അങ്ങനെയെങ്കിൽ ഈശോയുടെ നിഴല് പോലെ വർത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ. ഇനീഷ്യേറ്റീവ് എല്ലാം ദൈവമാണ്, നമുക്കങ്ങ് നിന്നുകൊടുത്താൽ മതി, നമ്മളതെല്ലാം സ്വീകരിച്ചാൽ മാത്രം മതി. വിഭവം റെഡിയാണ്, മോതിരം റെഡിയാണ്, പന്നിക്കൂട് വിട്ട് അപ്പൻ്റെ അടുക്കലേക്ക് അനുദപിച്ച് വന്നാൽ മാത്രം മതി, നിനക്കെല്ലാം തരാൻ ദൈവം തയ്യാറാണ്. അതാണ് നമ്മളൊന്ന് തയ്യാറായി നിന്ന് കൊടുത്താൽ മതി. നമ്മൾ ചിലപ്പോൾ ഈ ഷോർട്സൊക്കെ ധരിച്ച് കുർബാനയിലൊക്കെ വരുന്ന ആളുകളുണ്ട്, സ്കാഫ് ഒന്നും ധരിക്കാതെ. അത് എന്ത് നിഴലാണ്? ഈശോയുടെ നിഴലാകണ്ടേ? മദ്യപാനം, അതിന് അടിമപ്പെട്ടു പോയവർ ഈശോയുടെ നിഴലാണോ? വിവാഹേതര ബന്ധങ്ങൾ പുലർത്തുന്നവർ ഈശോയുടെ നിഴലാണോ? ഈശോയുടെ നിഴലാകാൻ വേണ്ടിയിട്ടാണ് ഈ സഭയിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്കിനി ഒരു വഴിയുള്ളൂ. പലരും പറയാറുണ്ട് പ്രായശ്ചിത്തം നിറവേറ്റി എന്ന് പറയും. യഥാർത്ഥത്തിൽ ആരാണ് പ്രായശ്ചിത്തം ചെയ്തത്? ഈശോയുടെ കുരിശുമരണമല്ലേ പാപങ്ങൾക്കുള്ള പരിഹാരം. അപ്പം നമ്മൾ എന്നാ ചെയ്തത്? നമുക്കിനി ഒരു വഴിയുള്ളൂ, അപ്പൻ്റെ കൈ പിടിച്ച് നടക്കുക. വലിയ കാര്യമൊന്നും ചെയ്യണ്ട. മുട്ടിന് നിരങ്ങിയിട്ട് ചിലവർ പറയും, വലിയ കാര്യം ചെയ്ത് നടക്കാം, പാപപരിഹാരം ചെയ്തു. പാപപരിഹാരം അത് നിനക്ക് കിട്ടുന്നത് കുംഭസാരത്തിലൂടെ മാത്രമാണ്. നീ മുട്ടുകുത്തി നിരങ്ങിയാൽ നിനക്ക് പാപങ്ങൾ മോചിപ്പിക്കപ്പെടുകയില്ല. അത് കുംഭസാരം എന്ന കൂദാശ വഴിയാ. ഇത്ര പൊട്ടിത്തകർന്ന മുറിവേറ്റ പിടഞ്ഞ് ഇങ്ങനെ ഇല്ലാണ്ടായി നിൽക്കുന്ന ഈശോയുടെ മുമ്പിൽ കുറച്ച് മുട്ടു നിരങ്ങിയിട്ട് നമ്മൾ പറയുകയാണ് നമ്മൾ പരിഹാരം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഈശോയുടെ പരിഹാരമോ? ഈശോയുടെ കുരിശുമരണം, ഈശോ വില കൊടുത്തു തന്ന രക്ഷ,
അതിനോട് ചേർന്ന് നിൽക്കാനുള്ള വിളിയല്ല. അപ്പൻ്റെ കൈ പിടിച്ച് നടക്കുക. ധൂർത്തപുത്രൻ ആ സ്വത്തെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. അവന് ആ പണം തിരിച്ചു വെക്കാൻ പറ്റുമോ? അവന് തിരിച്ചു വെക്കാൻ പറ്റിയല്ല. അത് അവനും അറിയാം, അപ്പനും അറിയാം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റിയല്ലെന്ന് ദൈവത്തിനറിയാം, നമുക്കും അറിയാം. അപ്പം എന്താ വഴി? അപ്പൻ്റെ കൈ പിടിച്ച നീ വേണമെങ്കിൽ എൻ്റെ കൂടെ നടന്നു. അത് ഭാരപ്പെട്ട് നടക്കണ്ട. നിനക്ക് സ്നേഹത്തോടെ ദൈവമാണ് നിന്റെ സ്വത്തെന്ന് മനസ്സിലാക്കി, ഈ ദൈവമാണ് നിന്നോട് കരുണ കാണിച്ചെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ കൂടെ നിനക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നീ ദൈവത്തിൻ്റെ കൂടെ നടക്കുക. അതാണ് കത്തോലിക്ക വിശ്വാസ ജീവിതം. നീ അങ്ങനെ കർത്താവിൻ്റെ നിഴലായി കുറച്ചെങ്കിലും നീ ഒന്ന് പരിശ്രമിക്കും. കർത്താവിൻ്റെ നിഴലായി നീ കൂടെ നിന്നാൽ നീ ഈസ്റ്റർ സമ്മാനം ചോദിച്ചാൽ നിനക്ക് കിട്ടും. കല്ലറ പിളർക്കാൻ കഴിവുള്ളവന് പുറത്തുനിന്ന് പൂട്ടിയ കല്ലറ അകത്തുനിന്ന് തുറന്ന് പുറത്തേക്ക് വന്നവനും നിന്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന പല തടസ്സമേഖലകളും, വിവാഹമാകട്ടെ, കുഞ്ഞാകട്ടെ, കടബാധ്യതയാകട്ടെ, ജോലിയാകട്ടെ, അതെല്ലാം പുറത്തു നിന്ന് തുറന്ന് നിന്നെ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് ഈ കർത്താവിന് കൊണ്ടുവരാൻ സാധിക്കും. നീ വിശ്വസിക്കുക. നമുക്കൊരു തീരുമാനം പറയാം. അവസാന ശ്വാസം വരെ കർത്താവെ നിന്റെ നിഴല് പോലെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അഭിമന്യ ആൻ്റണി കാട്ടിപ്പറമ്പിൽ പിതാവിൻ്റെ മെത്ര അഭിഷേക കർമ്മത്തിൽ ബഹുമാനപ്പെട്ട ഗ്രിമ്പാടിൽ എന്തപ്പറമ്പിൽ അച്ഛൻ എഴുതി ട്യൂൺ ചെയ്ത നല്ലൊരു ഗാനമുണ്ട്. അതൊന്ന് കേൾക്കുക. എൻ്റെ ശ്വാസം നിലക്കുന്നത് വരെ കർത്താവെ ഞാൻ അങ്ങയുടെ കൂടെ നിന്നോളാം കർത്താവെ. ഒന്നൊന്ന് മനസ്സിലൊന്ന് പറയാവോ? ആരോടും പറയണ്ട, ഈശോയോട് പറ. ആരെയും കൺവിൻസ് ചെയ്യണ്ട, ഈശോയോട് പറ. എൻ ഹൃദയ സ്പന്ദനം നിലയ്ക്കും വരെ ദേഹി എൻ ദേഹത്തെ പിരിയും വരെ എന്നുള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ നിറഞ്ഞു തുളുമ്പി നിൽക്കും. എൻ ഹൃദയ സ്പന്ദനം നിലയ്ക്കും വരെ ദേഹി എൻ ദേഹത്തെ പിരിയും വരെ എന്നുള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ നിറഞ്ഞു തുളുമ്പി നിൽക്കും. യേശുവേ ലോകരക്ഷക, യേശുവേ പാപമോചക, യേശുവേ സ്നേഹനായക, യേശുവേ സൗഖ്യദായക. പരിശുദ്ധമ്മ, ഈശോ എന്ന നിധി ഉള്ളിൽ കിട്ടിയിട്ട് അവസാനം വരെ നഷ്ടപ്പെടുത്താതെ ഈശോയുടെ നിഴൽ പോലെ പക്ക നിഴലായിട്ട് കൂടെ കുരിശിഞ്ചവട് വരെ നടന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കി ഈശോയെ അനുഗമിക്കുന്ന ബെസ്റ്റ് ആളായി മാറിയ പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. ഈ തപസ്സുകാലം വിജയകരമായി മുന്നോട്ട് പോയി ഈസ്റ്റർ സമ്മാനം നേടിയെടുക്കാൻ. ആമേൻ. ജീവിതം കാരുണ്യവാനായി നല്ല ദൈവമേ, കാസയിൽ പേലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനായി നല്ല ദൈവമേ. സ്നേഹമായി സാന്ത്വനം സ്വീകരിച്ചാലോ ഏലയായി എന്നോട് ഈ കാഴ്ചകൾ. സഹോദരരെ,
നമ്മളൊന്നു ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ ഈ ബലി സ്വീകരിക്കുമാറാട്ടെ. ദൈവമേ, ഈ ദിവരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ അങ്ങേ കാരുണ്യം അങ്ങേ ദാസരെ യഥായോഗ്യമൊരുക്കുകയും സുഹൃത ജീവിത ശൈലിയാൽ ഈ രഹസ്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കണോ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങ് മഹിമകളാൽ നിരങ്ങുമതയോ പിണ്ടലുമോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരവോറിൻ അന്യമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവിനെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജിനോടും ഇന്നീ തിരുബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അഭിവന്യ ആൻ്റണി കാട്ടിപ്പറമ്പിൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ നാമം പൂജിതമായിടേനു. വരണം നിൻ രാജ്യവും സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിടും ആയിടേനും. അന്തന്നുമ്പോൾ ആഹാരമിന്നും എങ്ങൾക്ക് നൽകുമാറായിടേനും. അന്യതന്ത്രോകം നിങ്ങൾ ശ്രമിക്കുമ്പോൾ എങ്ങളുടെ ദ്രോഹമും പരീക്ഷയിൽ ഉൾപ്പെടുത്തായും കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ.
ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ ആപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട് ഞാൻ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങീ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എൺകളിൽ കണിയനമയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എൺകളിൽ കണിയനമയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എൺകൾ സമാധാനം നൽകണമേയും. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യനില്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യരക്ഷയുടെ അച്ചാരം സ്വീകരിച്ച് അതിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് കഴിയുന്നതിന് വേണ്ടി യഥോചിതം മുന്നേറുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി നമുക്കിപ്പോൾ ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കൈലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു കവിഞ്ഞതുപോലെ ഇവരെയും സന്തോഷത്താൽ അങ്ങ് നിറയിക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കുവാൻ ഇടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതരായി കരയിലേക്ക് എത്തിച്ചതുപോലെ കടലിൽ വലയുന്ന ഇവരെ എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മളെല്ലാവരെയും ആശീർവദിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.